പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം 26 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്, കർത്താവിനൊന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും കൈകളെ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്, എല്ലാവരും സ്തോത്രം പറഞ്ഞാണ്ട്, എല്ലാവരും സ്തോത്രം പറഞ്ഞിട്ട് ആരും മൗനമായിരിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. അത് നമ്മൾ ആരാധനയ്ക്ക് പോയിരിക്കുമ്പോഴാണെങ്കിലും മിണ്ടാതിരിക്കാൻ പറയുമ്പോഴേ മിണ്ടാതിരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ദിവസമാണ്. കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി, കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരമുയർത്തിയിട്ട് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നു, അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ്, അതേ കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന പിതാവിൻ്റെ ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് മഹിമ കരേറ്റുന്നു. കർത്താവെ ആ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 84 സങ്കീർത്തനത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അങ്ങേ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കുക. അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. ഇതിനകത്ത് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുത മന്ത്രിയാണ് കർത്താവേ. രോഗങ്ങൾ ഇപ്പോൾ വിട്ടുപോട്ടെ, രോഗങ്ങൾ ഇപ്പോൾ വിട്ടുപോട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഇവരുടെ ഭവനത്തിനകത്തു നിന്നും ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തു നിന്നും രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും തൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും തൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ, ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. വലിയ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവർ എവിടെ നിന്ന് കേൾക്കുന്നു ആ ഭവനം വാങ്ങി ഭവനത്തിനകത്ത് ഓവർഫ്ലോ ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവരുടെ എല്ലാ മുറികളിലേക്കും രോഗസൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ ഭവനം രോഗസൗഖ്യത്തിൻ്റെ ശക്തിയാൽ നിറയട്ടെ. യേശു ക്രിസ്തു ഇരുന്നിടത്ത് സൗഖ്യമാക്കുന്ന ശക്തി നിറഞ്ഞു നിന്നിരുന്നത് പോലെ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്ത്, അവർ യാത്ര ചെയ്യുന്നിടത്ത് സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ സറൗണ്ടിങ്ങിലും ദൈവിക സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി. സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നാളുകളായി ജോലി ഇല്ലാതിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ കഴിയും. ഇന്ന് പകൽക്കാലം അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണം. അങ്ങയുടെ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടണം. പരിശുദ്ധാത്മാവെ, അങ്ങിടപെടുന്നതിനായിട്ട് സ്തോത്രം. സൈന്യത്താലോ ശക്തിയാലോ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ചില വാതിലുകൾ തുറന്നു വരണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ പൊതിയണം. ശത്രു കാണാതെ എല്ലാവരെയും സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുപോലെ കർത്താവ് മറ്റെല്ലാവരുടെയും ആവശ്യങ്ങളിൽ കൃപ കൂടെ ഇരിക്കണം, സാന്നിധ്യം കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ കർത്താവ് ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് വലിയ കാര്യങ്ങളെ സഭായോഗത്തിൽ ചെയ്യണം. വലിയ മഹത്വം വ്യാപരിക്കട്ടെ, വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. അസാധാരണമായ കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിലൂടെ നടക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം നമ്മുടെ 8:15 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സഭായോഗം ആരംഭിക്കും. ഒരാൾ പോലും മിസ് ചെയ്യരുത്. നിങ്ങൾ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന് 27-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകം 22-ന്റെ 27-ാമത്തെ വാക്യം. അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം, അവൻ പിന്നെ എന്തോന്ന് പുതച്ച് കിടക്കും. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും, ഞാൻ കൃപയുള്ളവനല്ലോ. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും, ഞാൻ കൃപയുള്ളവനല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ഓരോ പ്രാർത്ഥനകളും കർത്താവ് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും കർത്താവ് മറുപടി തരുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോകുന്നവരുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന പലരുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കുക, കർത്താവ് എപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക. കർത്താവ് എപ്പോഴും നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ നമ്മുടെ ആ ഹൃദയത്തിൽ നിന്നുള്ള ആ കരച്ചിലിന് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിന് ഒരിക്കലും മൗനമായിരിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, ഒരിക്കലും കർത്താവ് സൈലൻ്റായി ഇരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേൻ നമ്മുടെ ഓരോ മൂവ്മെൻറ്റുകളും വളരെ സെൻസിറ്റീവായിട്ട് വീക്ഷിക്കുന്ന ആളാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുറങ്ങുമ്പോൾ അവരുടെ ആ ശ്വാസമെടുക്കുന്നതിനകത്തും അവരെ ആ ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഭാവമാറ്റങ്ങൾ മാതാപിതാക്കൾ വളരെ സെൻസിറ്റീവായിരിക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മളവരെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. അവരുടെ ശരീരത്തിൽ തൊടുമ്പോൾ എന്തെങ്കിലും ചൂടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിനകത്ത് എന്തെങ്കിലും ഇടർച്ച വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. അങ്ങനെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു, അതിലൊക്കെ ഉപരിയായിട്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളെ വാച്ച് ചെയ്യുന്നു. നമ്മുടെ ചെറിയ ഞരങ്ങലുകൾ പോലും അല്ലെങ്കിൽ ചെറിയ തേങ്ങലുകൾ പോലും അവൻ കർത്താവിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും വേസ്റ്റായി പോകത്തില്ല, ഒരു പ്രാർത്ഥനയും കർത്താവിനെ അവഗണിക്കാൻ കഴിയത്തില്ല. ആമേൻ. നമ്മുടെ നെടുവീർപ്പുകൾ പോലും കർത്താവിനെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ പിതാവിനെ കേൾക്കാതിരിക്കാൻ കഴിയത്തുമില്ല. നമ്മുടെ പിതാവിനെ ആ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ശബ്ദം എപ്പോഴും തിരിച്ചറിയാൻ കഴിയും, എപ്പോഴും നമ്മുടെ ഭാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പറയും കർത്താവേ എന്നൊരു വിളിയെ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വിളിച്ചത് നമ്മുടെ ആ സാഹചര്യത്തിൽ വിളിക്കുമ്പോൾ ആ വിളി മനസ്സിലാക്കുന്ന ദൈവമാണ് നമ്മുടെ അപ്പൻ. സ്തോത്രം. എന്ന് നമ്മളിങ്ങനെ വെച്ചെന്ന് വെച്ചോ, ഒരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ടായിരിക്കാൻ വെച്ചത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേദന കൊണ്ടാകാൻ വെച്ചത്. ഇതെല്ലാം തിരിച്ചറിയുന്ന നല്ല പിതാവാണ് നമ്മുടെ അപ്പൻ. ഒരിക്കലും തൻ്റെ മക്കളുടെ ശബ്ദത്തെ അവഗണിച്ച് കളയുന്നവനല്ല. ആമേൻ. നമ്മുടെ ശബ്ദത്തെ കർത്താവിന് തള്ളിക്കളയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഉറപ്പിക്കുക നിങ്ങളുടെ ഒരൊറ്റ പ്രാർത്ഥന പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്കും, ദൈവസന്നിധി വന്നിട്ടുള്ള ഒറ്റ വാക്ക് പോലും വൃഥാവായി പോകത്തില്ല. എല്ലാത്തിനും കർത്താവ് മറുപടി തരും. കണ്ടോ, ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിശ്ചയമായിട്ടും പ്രാർത്ഥനകൾക്ക് മറുപടി തരും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.